നന്നായിട്ട് കയറ്റി കൊടുക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് സ്ട്രെങ്ത് ആവും. അല്ലെങ്കിൽ ഇത് പിഞ്ചാവുന്ന പ്രശ്നം ഉണ്ടാവും. ഇതുണ്ട് നമ്മളിങ്ങനെ ഞെക്കുന്ന സമയത്ത് പിഞ്ചാവും. അപ്പോൾ 8-1 പൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. 8-1 പൈപ്പിലേക്ക് ഇത് നമ്മൾ ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് വെക്കൽ. അപ്പോൾ വെൽഡിങ് വരുന്ന സമയത്തേക്ക് ഒന്നുകൂടി അതിന് സ്ട്രെങ്ത് കിട്ടും. ഇങ്ങനെ ആംഗിളായിട്ട് നല്ല വെൽഡിങ് വരുമ്പോൾ ഡ്രൈ സ്കോർ ഇത്ര പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടാക്ക് മാത്രം അടിച്ചുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. കുറച്ചുകൂടെ താഴോട്ട്. സാധാരണ കോൺക്രീറ്റ് സ്റ്റെയർ കേസ് എങ്ങനെയാണെന്നോ അങ്ങനെ തന്നെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിപ്പോൾ അത്യാവശ്യം നല്ല 15 സ്റ്റെപ്പ് വരുന്നുണ്ട്. 16ാമത്തെ സ്റ്റെപ്പ് അത്. ഈ ആംഗിൾ കറക്റ്റ് വിവറിലെടുക്കുക, ഇതുപോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് മുറിക്കാനുള്ളൊരു ട്രിക്ക് ഉണ്ട്. ഒരുമിച്ച് മുറിക്കൽ മാത്രമല്ല, ആംഗിൾ ഒറ്റയടിക്ക് കറക്റ്റായി കിട്ടാനുള്ളൊരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഡെമ്മിട്ട് കൊടുക്കിയത് ഒരു കണക്കിന് നോക്കുമ്പോൾ അത് നന്നായി. കാരണം ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് സാധാരണ ഹൈറ്റിനനുസരിച്ചിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്യല്. ഇതിപ്പോൾ നമുക്ക് വീതിക്കനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ടെക് ഹാക്ക് വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കാൻ വേണ്ടി പോയത്. നമ്മൾ ഓൾറെഡി ഒരു മെറ്റൽ സ്റ്റെയർ കേസ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിട്ടുള്ളത് ലാൻഡിങ് അടിച്ച കോൺക്രീറ്റ് കൊണ്ട് ലാൻഡിങ് അടിച്ച സ്ഥലത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വരുന്ന സമയത്തേക്ക് ആ ലാൻഡിങ്ങിൻ്റെ പ്രോബ്ലം ഞാൻ വീണ്ടും പറയുന്നത് ആവർത്തിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു പ്രശ്നം പല സ്ഥലങ്ങളിലും കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെങ്കല്ല് കൊണ്ട് വന്ന സ്ഥലങ്ങളിലേക്ക് വരുന്ന സമയത്തേക്ക് ഇതിപ്പോൾ വന്നിട്ടുള്ളത് 16.2 മറ്റോ നമുക്ക് റൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലെവലിൽ ലാൻഡിങ് അടിച്ചപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള സ്ഥലമുള്ളൂ. പിന്നെ അവിടത്തേക്ക് പോകുന്ന സമയത്തേക്ക് കണ്ടോ അതൊരു 18 സെൻറ്റിമീറ്ററിൻ്റെ റൈസിങ്ങിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ 3 സ്റ്റെപ്പാക്കി ഡിവൈഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടും തമ്മിൽ 2 റൈസിൽ വന്നു. ഇവിടെ 4 സ്റ്റെപ്പിനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്, ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4ാമത്തത് ലാൻഡിങ് വരുന്നതാണ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 സ്റ്റെപ്പ് എടുക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഡെമ്മിട്ട് കൊടുക്കിയത് ഒരു കണക്കിന് നോക്കുമ്പോൾ അത് നന്നായി. കാരണം ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ആ ഒരു സ്റ്റെയറിലേക്ക് വരുന്ന ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പറയും ഇത് 18 ആക്കിയിട്ട് എടുത്തൂടെയാണ്. അത് 18 ആക്കിയിട്ട് എടുക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റീപ്പായി പോകും. ഇപ്പോൾ 50 സെൻറ്റിമീറ്റർ നമ്മൾ പറഞ്ഞല്ലോ, 50 സെൻറ്റിമീറ്റർ 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്തേക്ക് ഏകദേശം ഒരു 12.5 സെൻറ്റിമീറ്ററിൻ്റെ സ്റ്റെപ്പ് ആക്കി എടുത്താൽ 4 സ്റ്റെപ്പ് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് 4ാമത്തെ സ്റ്റെപ്പ് വരുന്ന രീതിയിൽ. അപ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റെപ്പിൻ്റെ എണ്ണം കൂടും. അപ്പോൾ അവർക്ക് കിച്ചണിലേക്കുള്ള എൻട്രൻസ് പ്രശ്നം വരും. അപ്പോൾ ഇതെല്ലാം കണക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിങ് അടിക്കാണ്ട് വെച്ചാൽ മതിയായിരുന്നു. നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരെ വരുന്നത് നമ്മൾ എല്ലാം ഒരേ അളവിലെടുക്കും. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതും ലാൻഡിങ് അടിച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത്രയും വലിയൊരു ലാൻഡിങ് ഒന്നും എന്തായാലും മെറ്റൽ സ്റ്റെയർ കേസ് കൊണ്ട് മെറ്റൽ കൊണ്ട് ചെയ്യാൻ ആരും താല്പര്യപ്പെട്ടില്ല. എന്തായാലും ചെയ്തു വെക്കാനേ സാധ്യതയുള്ളൂ. ഇതിപ്പോൾ ഇതുവരെ പോയിട്ട് ഇങ്ങോട്ടേക്ക് എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും, ചിന്തിക്കുന്നവരുണ്ടാവും. അവിടെ എൻട്രൻസ് വരുന്നത് കൊണ്ട് അതങ്ങനെ വേണ്ട എന്നുള്ളൊരു പ്ലാനിങ് കൊണ്ടാണ് ഈ ഒരു രൂപത്തിലേക്ക് വന്നത്. ശരിക്കും ഒരു ഫ്രീ ആയിട്ടുള്ള സ്പേസിലാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെയല്ല നമുക്ക് ഇതെല്ലാം കവർ ചെയ്ത് ഇടുമ്പോൾ സമയത്ത് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതൊന്നും മടക്കി അടിച്ചു കൊടുക്കാണ്ട് ഇനിയിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആ ഒരു ടെമ്പററി സ്റ്റെയർ കേസ് അല്ലെങ്കിൽ നമ്മൾ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും ഫസ്റ്റ് ഫ്ലോറിൻ്റെയും മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥലങ്ങളിലേക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് അടിച്ചു കൊടുക്കുന്നത് ഈ ഒരു പോർഷനിലേക്ക്. ഒരു 80 സെൻറ്റിമീറ്റർ മാത്രം വീതി, 440 സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കുന്നതാണ്. ഇത് വേണമെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ നമുക്ക് റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളിൽ, അങ്ങനെ സ്ഥിരം യൂസ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വേണമെങ്കിൽ വീടുകൾക്ക് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. നോർമൽ സ്റ്റെയർ കേസിന് പകരമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റാതിരിക്കുന്നില്ല. അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു ഓൾറെഡി ഒരു വെന്റിലേഷൻ ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പഴയ ഒരു കിച്ചണിൽ വെളിച്ചമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അകത്തേക്ക് കൂടി 3/4 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് അടിച്ച് കയറ്റിയിട്ട് പിഞ്ചായി പോകുന്നതിന് പകരം പിഞ്ചായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കൂടി 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് കയറ്റിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സ്റ്റെപ്പിന് പകരം യൂസ് ചെയ്യാനും അതിൻ്റെ സൈഡൊക്കെ കുറച്ച് സ്ട്രെങ്ത് കൂട്ടാനും പറ്റും. പക്ഷേ മറ്റേതിൻ്റെ അത്ര ഭംഗിയും കിട്ടില്ല, ആ ഒരു സ്ട്രെങ്ത് എന്തായാലും കിട്ടാമെന്ന് പോകുന്നില്ല. നമ്മളിപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു വേർഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടേ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 8-1 പൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. 8-1 പൈപ്പിലേക്ക് ഞാൻ പറഞ്ഞ 3/4 ഇഞ്ച് ഇതിൻ്റെ അകത്തെ കൂടി കയറ്റിയിട്ട് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അവർ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കിയാൽ മനസ്സിലാവും. 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് 3 എണ്ണമായിട്ട് കയറ്റി കൊടുക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് സ്ട്രെങ്ത് ആവും. അല്ലെങ്കിൽ ഇത് പിഞ്ചാവുന്ന പ്രശ്നം ഉണ്ടാവും. ഇതുണ്ട് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് പിഞ്ചാവും. പിന്നെ മുകളിലിങ്ങനെ കയറി നിൽക്കുന്ന സമയത്തേക്ക് ഓരോ സ്റ്റെപ്പും ഇങ്ങനെ അമർന്ന് കളിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. ഇതിൻ്റെ വീതി കൂടിയത് വരുന്നുണ്ട്. 10-1, 12-1 ഒക്കെ വരുന്നുണ്ട്. ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ 8ലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടി ഇതുണ്ട്. ഇതിൻ്റെ വീതി കൂടുന്നതിനനുസരിച്ചിട്ട് അത് പിഞ്ചാവാനുള്ള സാധ്യത വളരെ കൂടി വരിക. അപ്പോൾ നമ്മൾ ഇവിടത്തേക്ക് 3 ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഇതിൻ്റെ നീളം കണക്കാക്കി മുറിക്കുന്നുണ്ട്. സാധാരണ ഹൈറ്റിനനുസരിച്ചിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്യല്. ഇതിപ്പോൾ നമുക്ക് വീതിക്കനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ നിന്ന് 2 സ്റ്റെപ്പ് നമുക്ക് കിട്ടേണ്ട വിധത്തിൽ 80 സെൻറ്റിമീറ്റർ 2 സ്റ്റെപ്പ് കിട്ടേണ്ട വിധത്തിൽ 160 വെച്ചിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാലൻസ് ഉള്ളതാണ് നമ്മളിവിടെ സ്ലോപ്പായിട്ട് എടുക്കുന്നത്. ഒരു ലെങ്ത്തിൽ നിന്ന് 80 സെൻറ്റിമീറ്ററിന് 7 പീസ് കിട്ടും. 7ഉം 4ഉം അപ്പോൾ 11 പീസായി. 11 പീസിന് 12 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. 11 സ്റ്റെപ്പാണ് ഉള്ളത്. അപ്പോൾ 12 ആക്കി പോവാം. അപ്പോൾ 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരടിയുടെ
സ്റ്റെപ്പായിട്ടാണ് നമുക്ക് കിട്ടുക. ടോട്ടൽ ഒരടിയുടെ സ്റ്റെപ്പ് അത്രേ ആവശ്യമുള്ളൂ, സ്ഥിരമായിട്ട് യൂസ് ചെയ്യാനുള്ളതല്ല. ജസ്റ്റ് എപ്പോഴെങ്കിലും ഇങ്ങനെ ടാങ്ക് ക്ലീൻ ആക്കാൻ്റെ ആവശ്യത്തിന് കയറാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ രണ്ട് സൈഡിലും ഹാൻഡിലൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇത്രയും ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പെട്ടെന്ന് സ്ലിപ്പായി പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ അപകടം പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ ആംഗിൾ മുറിക്കണം ഇനി, താഴത്തെ ഭാഗത്ത് മുകളിലത്തെ ഭാഗത്ത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ജോയിൻ്റ് വേണ്ട, ഇത് നമ്മൾ ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് വെക്കൽ. അപ്പോൾ വെൽഡിങ് വരുന്ന സമയത്തേക്ക് ഒന്നുകൂടി അതിന് സ്ട്രെങ്ത്ത് കിട്ടും. ഇങ്ങനെ ആംഗിളായിട്ട് നല്ല വെൽഡിങ് വരുമോ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് മുറിക്കാനുള്ളൊരു ട്രിക്ക് ഉണ്ട്. ഒരുമിച്ച് മുറിക്കൽ മാത്രമല്ല, ആംഗിൾ ഒറ്റയടിക്ക് കറക്റ്റായി കിട്ടാനുള്ളൊരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ നമ്മളിതെങ്ങനെ സിമ്പിളായിട്ട് മുറിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ ലെവലിൽ വെക്കും. ആ ടോപ്പ് ലെവലാക്കിയിട്ട് ഇങ്ങനെ കിട്ടുന്ന വിധത്തിൽ അത് അവിടെ നിർത്തും, താഴെ ഇതുപോലെ നിർത്തും. അതിനുശേഷം ഇങ്ങനെ സ്പിറ്റ് ലെവൽ വെക്കും. ഈ കാണുന്ന ലെവലിൽ കോണ് കണക്കാക്കിയിട്ട് ഈ കോണ് കണക്കാക്കിയിട്ട് സ്പിറ്റ് ലെവൽ വെക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു മുറി മുറിക്കും. ഇതേപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് മുകളിൽ കയറും. മുകളിൽ പോയിട്ട് അനക്കല്ലേ, ഓ മോനെ, മുകളിൽ ഇതാ പറഞ്ഞത്, ഈ ലെവൽ കറക്റ്റ് ആക്കുക. എന്നിട്ട് വെക്കുക. എന്നിട്ട് ഈ കോണ് കണക്കാക്കുക. ഈ കോണ് കണക്കാക്കിയിട്ട് ഇതും സ്പീഡ് ലെവലാക്കുക. വാള് ലെവലെല്ലാം എല്ലാം പോവേ, വാള് ലെവലാവുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. സാധാരണ തൂക്കി ഇട്ടിട്ട് ചെയ്യുന്നതാണല്ല, പ്ലംബോബ് കണക്കാക്കിയിട്ടല്ലേ ചെയ്യുമോ. ഈ ആംഗിൾ രണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ ചേർന്ന് നിന്നോളും. പിന്നെ നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മൂലയിന് ചേർന്ന് നിൽക്കും, താഴത്തത് ഫ്ലോറിലും കറക്റ്റായിരിക്കും. അങ്ങനെ കട്ടിങ് കഴിഞ്ഞു. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതേ ആംഗിൾ ഇതിനെ മാർക്ക് ചെയ്യാൻ വേണ്ടി പോയാണ്. ചിലപ്പോൾ നീളത്തിൽ വ്യത്യാസമുണ്ട്. നമ്മൾ 160 മാറ്റി വെച്ചിട്ടുള്ളത്, നീളത്തിൽ ചെറിയ വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഇങ്ങനെയല്ലല്ലോ വരിക, നേരെ തിരിച്ചു വെക്കണ്ടേ. അതൊന്ന് ഈ ഒരു ആംഗിൾ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നീളം ഉണ്ടെങ്കിൽ നീളവും കൂടി ഒരുമിച്ച് തന്നെ കട്ട് ചെയ്താൽ കളക്കുക. അതിന് ശേഷം ഈ ആംഗിളാണ് സ്റ്റെപ്പ് വരിക. ഇതാണ് സ്റ്റെപ്പിൻ്റെ ആംഗിൾ. നമ്മൾ സ്റ്റെപ്പിന് പ്രത്യേകിച്ച് ഒരു ആംഗിൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം സ്പിറ്റ് ലെവൽ വെച്ചിട്ട് നമ്മളത് സ്പിറ്റ് ലെവൽ വെച്ച് ചെയ്തല്ലോ. അപ്പോൾ ആ ആംഗിൾ കണക്കാക്കിയിട്ടാണ് ഒരടിയിൽ ഇങ്ങനെ നമ്മൾ ലൈനിട്ട് അപ്പോൾ മുകളിലെത്തുമ്പോൾ കറക്റ്റ് ഒരടിയിൽ ഒരേ ആംഗിളുള്ള സ്റ്റെപ്പ് കിട്ടും. അപ്പോൾ നീളം കമ്പനി കറക്റ്റാണ്. ബോട്ടം നമ്മൾ മാർക്ക് ചെയ്തതുണ്ട്. ഇനിയിപ്പോൾ ആംഗിൾ ഇങ്ങോട്ടേക്കും കൂടി ഒന്ന് കട്ട് ചെയ്യും. ഇങ്ങനൊരു കട്ടിങ്, മുകളിലൊരു കട്ടിങ് കറക്റ്റ് ചേർന്ന് നിന്നില്ലേ. ഒറ്റ കട്ടിങ്ങിന് പരിപാടി കഴിഞ്ഞ്. ഇനിയിപ്പോൾ നമ്മളിത് എടുത്തിട്ട് ആ ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതും കൂടി കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ താഴ്ന്ന് ഉണ്ടാക്കിയിട്ട് അവിടത്തേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നേരത്തെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. 440 വരുന്നത് കേട്ടോ. 36.6 വരും. അപ്പോൾ 36.6 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഒന്നിൻ്റെ ഹൈറ്റ് വരുന്നത്. ഈ ആംഗിൾ കറക്റ്റ് വിവരിലെടുക്കുക, ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇത് വേണമെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കി പോവുകയും ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അപ്പോൾ അടുത്ത മാർക്ക് ചെയ്യുമ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്യണം, ഇവിടുന്ന് മാർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടി വെച്ചിട്ട് ആ 12.5 mm, അതായത് 1.25 സെൻറ്റിമീറ്റർ കൂട്ടി വെച്ചിട്ട് അളവെടുക്കണം. എന്നിട്ട് അളവെടുത്ത് മാർക്ക് ചെയ്ത് പോയാൽ മതിയാവും. ഒരു സൈഡ് മാർക്ക് ചെയ്തു, രണ്ടാമത്തെ സൈഡ് നമ്മൾ അതിന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെൽഡിങ് ആരംഭിക്കാൻ വേണ്ടി പോയെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്കിത് ലെവൽ ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ പൊളഞ്ഞിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിന് കണക്കായിട്ട് 1 ഇഞ്ചിൻ്റെ കട്ട, മരത്തിൻ്റെ കട്ട നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കോൺക്രീറ്റ് അതുകൊണ്ട് ലെവൽ കുറവാണ്. ഇനിയിപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് അടിച്ചിട്ട് ആംഗിൾ കണക്കാക്കിയിട്ട് വെൽഡ് ചെയ്ത് പോകും, ടാക്ക് അടിച്ചിട്ട് പോകും. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ജോയിൻറ്റ് ഉള്ളിലേക്കാക്കി. അപ്പോൾ ഈ ജോയിൻറ്റ് അടിയിലേക്ക് വരുന്ന വിധത്തിലും അടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ടോപ്പ് ഈ ഭാഗം കോർണർ ടോപ്പ് കണക്കാക്കും, അടിഭാഗം ആ വരയും കണക്കാക്കിയിട്ട് ഒരു ടാക്ക് ചെയ്യും. ഇനി അതിൻ്റെ മെയിൻ വർക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ട്രൈ സ്കോർ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ആ വര മാച്ചായി കിട്ടണം, അപ്പുറത്തെ വരയുമായിട്ട് മാച്ചായി കിട്ടണം. ട്രൈ സ്കോർ ഇത്ര പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടാക്ക് മാത്രം അടിച്ചുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും, കുറച്ചുകൂടെ താഴോട്ട്. ഇതിങ്ങനെ മാച്ചാവുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ സംഭവം റെഡിയായി, മട്ടായി. ഒന്നുകൂടി കുറച്ചുകൂടി താഴോട്ട്, ചെറിയൊരു പൊടിക്കും കൂടി താഴോട്ട്, ആ ഭാഗം താഴോട്ട്. ഓക്കെ, ഇത് റെഡിയായി. ഇനി പിന്നെ ഉണ്ടാവും ഈ ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പ് ഇങ്ങോട്ടേക്ക് ടച്ച് ചെയ്ത് പിടിക്കുക, വെൽഡ് ചെയ്യുക. നമ്മൾ അടിയിലുള്ള ആ വര മാച്ചാണെന്നോ നോക്കുക. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഓരോ സ്റ്റെപ്പ് അടിച്ചടിച്ച് പോയാൽ മതി. അതുപോലെ തന്നെ താഴെ ഒന്ന് അടിക്കണം, താഴെ ഒന്ന് വെറുതെ അടിച്ചു നോക്കണം. അല്ല പിന്നെ നമുക്ക് ഓരോന്നും ഗ്യാപ്പ് ഇങ്ങനെ 2-3 ആൾ പിടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഒന്ന് സെൻറ്ററിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്ന് കയറ്റി പോകുമ്പോൾ ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങോട്ടെത്തുമ്പോൾ പിന്നെ നമുക്ക് ടൈറ്റ് ആക്കാൻ പറ്റാണ്ടായി പോകും. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ളത് ഓരോന്നായിട്ട് ടൈറ്റ് ചെയ്ത് പോകും. ശരിക്ക് ഇത് അവിടെ നിന്ന് അടിക്കുന്ന ഏറ്റവും സുഖം.
ഇത് മുകളിലും താഴെയും സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം പിന്നെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു വെയിൽ, അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വെയിൽ പോകും. ഇത് നല്ല കിഴക്ക് വശമാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ കുറച്ച് കുറഞ്ഞു ആംഗിൾ, നേരത്തേതിനെക്കാട്ടും നേരത്തെ ഇതുവരെ ഉണ്ടായതാണ്, കുറച്ചിപ്പോൾ അതുവരെയായി. കുറച്ച് കഴിയുന്നിടത്തോളം ഇത് വടക്ക് സൈഡാണ് വരുന്നത് ഈ ഭാഗം, അതുകൊണ്ട് തന്നെ വെയിൽ കുറച്ച് കഴിയുമ്പോൾ കുറയും. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഫുൾ അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതെടുത്ത് ഇവിടെ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ആംഗിളൊക്കെ എല്ലാം റെഡിയാക്കി സെറ്റാക്കാൻ പിന്നെ നമുക്ക് ഈ കംപ്ലീറ്റ് വെൽഡിംഗ് എല്ലാം വരും. ഇതൊന്നും ത്രൂ വെൽഡ് ചെയ്യല്ല നമ്മൾ. ഇപ്പോൾ ഇവിടെ ഒരു ടാക്ക് കൊടുത്ത് ഇവിടെ ചെയ്യും, കാരണം ഈ പ്ലേറ്റ് പിന്നീട് പറഞ്ഞിളകിപ്പോവും. ഫുള്ള് വെൽഡിങ് ചെയ്യില്ല, ഫ്രണ്ടിലും ബാക്കിലും ചെയ്യും. ഇവിടെ 2 ടാക്ക് കൊടുക്കും, അതുപോലെ തന്നെ ബോട്ടത്തിലും ടാക്ക് കൊടുക്കും. പിന്നെ ബാക്കിയുള്ള ഭാഗം നമുക്ക് ഏതെങ്കിലും കുട്ടിയോ അല്ലെങ്കിൽ MC-യിലോട്ടിട്ട് ഇതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക വെള്ളം കയറുന്നതായിട്ട്. സംഭവം ഒരാൾ കട്ട് ചെയ്തു, ഇത്ര സ്റ്റെപ്പും ആക്കി. ഏകദേശം അത്രയും സമയം എടുത്തിട്ടുള്ളൂ, ചെറിയ സമയം കൊണ്ട് തന്നെ പരിപാടി കഴിഞ്ഞു. നിങ്ങളെ നേരത്തെ കാൽക്കുലേറ്റർ നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ സമയം. ഇപ്പോൾ കറക്റ്റ് 10 മണിയായി. 10 മണിയാകുമ്പോൾ ഈ ഒരു ലെവലായി. 10:08. നമുക്കിനിയിപ്പോൾ 3 സ്റ്റെപ്പ് കൂടി ആക്കാനുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ടീ ബ്രേക്കിന് ശേഷം എടുക്കും. 1, 2, 3 3 നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഉണ്ടാക്കിയതിന് ശേഷം എടുത്ത് വെച്ചിട്ട് ബാക്കി വെൽഡിങ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ആ സമയത്ത് കാണാം നമുക്ക്. അപ്പോൾ 10:51 നമ്മൾ ആ ഒരു സ്റ്റെപ്പ് കൂടി അടിച്ചിട്ടുണ്ട്. സെൻറ്ററിലൊന്ന് ബാക്കി വെച്ചു, തമ്പനയിലിനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വേണ്ടേ. അപ്പോൾ നമ്മളത് കയറ്റാൻ വേണ്ടി പോയാണ്. 3 ആൾ ശ്രമിക്കുന്നുണ്ട്, ആവുമെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഒരു 100-115 കിലോളം വരുന്നുണ്ടെന്ന് തോന്നുന്നു. 115 കിലോ 2 ആൾ സൂപ്പറായിട്ട് എടുക്കുന്നുണ്ട്. ഒരാൾ മുകളിൽ നിന്നിട്ട് കയറ് വെച്ചിട്ട് ഹാൻഡ് ചെയ്യുന്നുണ്ട്. 2 ആളെ ഉള്ളത്, ഒരു തള്ളുന്ന ആളും. മൊത്തം 3 ആൾ താഴെയുണ്ട്. തള്ളാ കൂടുതൽ. പൊങ്ങട്ടെ പൊങ്ങട്ടെ, അയ്യോ പൊങ്ങട്ടെ. അങ്ങനെ വീട്ടുടമയും കൂടി നമ്മളെ സഹായിച്ചു. മാറണ്ട ആ സൈഡ് കണക്കാവട്ടെ. പൊങ്ങണം. ഓക്കെ, ആ അടിയിലെ കയറ് മാറ്റണം, എന്നിട്ട് പിന്നെ ഒന്ന് ഒപ്പിച്ചാൽ മതി. ഇവിടെ ഒരു ബോൾട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് സ്ലിപ്പായി പോകാണ്ടിരിക്കാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ മുകളിലും ഫ്ലാറ്റ് വെച്ചിട്ട് ഇങ്ങനെ വെൽഡ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ ഫ്ലാറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലാറ്റ് വെച്ചിട്ട് അതിൻ്റെ സൈഡിലാണ് ചെയ്ത് കൊടുക്കുക, പിന്നെ ബാക്കിലല്ല സൈഡിലാണ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ കയറിയിട്ട് ബാക്കിയുള്ള ഫുൾ വെൽഡിങ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ടാക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫുൾ വെൽഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കയറ്റാൻ പറ്റും. ഫുൾ വെൽഡ് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സീറ്റിംഗ് ആവാൻ വേണ്ടി എന്തെങ്കിലും പ്രശ്നം താഴെ ഉണ്ടെങ്കിൽ അത് സീറ്റിംഗ് ആവാണ്ടായി ഇപ്പോൾ ഒരു ആംഗിളിൽ നിൽക്കുക. ഓരോ ടാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് എടുത്ത് വെക്കുന്ന സമയത്ത് തന്നെ വെയിറ്റിൻ്റെ ഇതുകൊണ്ട് അതവിടെ സീറ്റിംഗ് ആയിട്ട് നിന്നോളും. അടി കാണുന്നില്ല, നല്ല ടച്ചായി നിൽക്കും. അതുപോലെ തന്നെ കോർണറും ടച്ചായി നിൽക്കും. ഈ ഭാഗത്തൊരു ബോൾട്ട് അടിച്ചു, ഫ്ലാറ്റ് വെച്ചിട്ട് എവിടെയും 2 കൊടുത്തു. മുകളിലുള്ളത് അതിൻ്റെ അകത്തേക്ക് അവിടെ അടിച്ചു കൊടുത്തോ. ഇതുപോലത്തെ ഒരു ലാഡർ മതിയാവും ശരിക്കും. പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും പേടിയില്ലാണ്ട് കയറാൻ പറ്റും. മറ്റേതാകുന്ന സമയത്തേക്ക് നമ്മൾ ഹാൻഡിൽ കൊടുത്താലും നമുക്കൊരു പേടി തന്നെയായിരിക്കും. ഇതാകുമ്പോൾ നമ്മൾ കാല് കംപ്ലീറ്റ് ഏകദേശം ഇത്രയും ഭാഗം കൊണ്ടു, കംപ്ലീറ്റ് ഇല്ലെങ്കിലും ഇത്രയും ഭാഗം കൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് തന്നെ കയറി പോകാൻ പറ്റും. ഹാൻഡിൽ ഒരു പേടി മാറ്റാൻ മാത്രം, ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് വീണ് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് മാത്രം 2 സൈഡും ഹാൻഡിൽ കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹാൻഡിലിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. 1.5 1.5 പൈപ്പ് അടിച്ചു കൊടുക്കുന്നത് ഹാൻഡിലായിട്ട്. ഇത് ഔട്ട് സൈഡിൽ വരുന്ന വിധത്തിൽ അടിക്കുന്നത്, കാരണം നമുക്ക് എന്നാലേ സ്റ്റെയർ കേസ് ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ഈ ഹാൻഡിൽ ആക്കിയിട്ട് ലാസ്റ്റ് എടുത്ത് കളയാനുള്ള സാധ്യതയുണ്ട്. ഒന്നിക്കൽ സ്റ്റെയർ പുറത്താക്കണം എന്ന് ഇവർ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നിയത് ഇവിടെ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ശല്യമായിരിക്കും. ഇവിടെ ചിലപ്പോൾ സ്റ്റെയർ കേസ് അകത്താക്കുന്നുണ്ടെങ്കിൽ ഷീറ്റ് അവിടെ നിന്ന് ഇടാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഹാൻഡിൽ പിന്നീട് എടുത്ത് കളയും. പക്ഷേ നമ്മളിപ്പോൾ ടെമ്പറേറ്റ് ഏതായാലും അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു 3 കാലും മുകളിലൊരു റെയിലും വരുന്ന രീതിയിൽ ഹാൻഡിലിൻ്റെ പൈപ്പ് ഇങ്ങനെ അടിച്ചു കൊടുത്തു. ഇടയിലുള്ള ഗ്യാപ്പിൽ ഒരാൾ വെൽഡിങ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കാല് ഇവിടെ വരും. ഒന്ന് മിക്കവാറും ആ സ്ലാബ് പ്രൊജക്ഷൻ കണ്ട അവിടെ ടച്ച് ചെയ്ത് അടിച്ചു കൊടുക്കാനാണ് പ്ലാൻ. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ഷീറ്റ് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാക്കാൻ പറ്റില്ല. ഇവിടെ ഇത് ഔട്ട് സൈഡ് ആക്കുക, അല്ല അകത്താക്കുന്നുണ്ടെങ്കിൽ പിന്നെ വേണമെങ്കിൽ ഒരു കൂട് പോലെ അടിച്ചു കൊടുക്കേണ്ടി വരും മുകളിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഷീറ്റ് അത്രയും പൊക്കിയിട്ടുണ്ട് വരും, അത് ബോറായി പോകും. അല്ല പിന്നെ ഇവിടെ ഒരു 50 സെൻറ്റിമീറ്റർ വിട്ടിട്ട് കട്ട് ഇട്ടതിന് ശേഷം ഇവിടെ ഒരു വഴി കൊടുക്കുന്ന രീതിയിൽ, ഇവിടെ നിന്നൊരു ഡോർ കൊടുക്കുന്ന രീതിയിൽ ചെയ്യണം. അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല. ഇതിൻ്റെ ക്യാപ്പ് അടിച്ച് കൊടുക്കേണ്ടി വരുമല്ലോ, ഈ ഹാൻഡിൽ ഇങ്ങനെ ഔട്ട് സൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ നേരത്തെ മുറിച്ച ബാലൻസുള്ള പീസിൽ നിന്ന് ക്യാപ്പ് ആക്കുന്നുണ്ട്. ക്യാപ്പ് വെൽഡ് ചെയ്തതിന് ശേഷമാണ് അവിടെ എടുത്ത് വെക്കുക.
അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ക്യാപ്പ് പിടിപ്പിക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 3 വരുന്നുണ്ട്, 3 അതുപോലെ ക്യാപ്പ് പിടിപ്പിച്ച് റെഡിയാക്കുന്നുണ്ട്. ഇതുപോലെ കമ്പയർ ചെയ്യാൻ പാടില്ല. ഇത് നമ്മുടെ സാധാരണ കോൺക്രീറ്റ് സ്റ്റെയർ കേസ് എങ്ങനെയാണെന്നോ അങ്ങനെ തന്നെ, വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിപ്പോൾ അത്യാവശ്യം നല്ല 15 സ്റ്റെപ്പ് വരുന്നുണ്ട്. 16ാമത്തെ സ്റ്റെപ്പാണ് അത്. 16, 17, 18, 19ാമത്തെ സ്റ്റെപ്പ് കറക്റ്റ് അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19ാമത്തെ സ്റ്റെപ്പിന് മുകളിലെത്തി. അപ്പോൾ ആ രൂപത്തിലുള്ളത്. നേരെ തിരിച്ച് നമ്മൾ അതിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ മനസ്സിലാവും. ഇടയ്ക്കൊന്ന് സപ്ലൈ ഒക്കെ പോയി വന്നു കേട്ടോ. നമ്മൾ 2 പ്രാവശ്യമായി ഇപ്പോൾ ഇടയ്ക്ക് സപ്ലൈ പോന്നു. അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതുണ്ടോ, അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് വേണ്ട, ഇത് കണ്ടിട്ട് കൊണ്ടുപോയിട്ട് വീട്ടിൽ ഇത് മെയിൻ സ്റ്റെയർ ആയിട്ട് ആരും ചെയ്തേക്കില്ലറ്. ഇത് എന്തായാലും പിഞ്ചാകുന്ന പ്രശ്നം ഉണ്ടാവും. സാധാരണ സ്റ്റെയറിന് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല ഇത്. അത് ആ രീതിയിൽ തന്നെ ചെയ്യുക. ഇത് നമുക്കൊരു ടെമ്പററി സ്റ്റെയർ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാതെ സ്റ്റെയർ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സമയം 1:40. നമ്മൾ തുടങ്ങിയത് 9 മണിക്ക്. 10 മണിക്ക് നമ്മൾ ചാവടിക്കാൻ പോയി. 10:40 തിരിച്ചു വന്നു. അപ്പോൾ 40 മിനിറ്റ് അവിടെ പോയി. ഏകദേശം 20 മിനിറ്റ് 25 മിനിറ്റോളം സപ്ലൈ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 11 എന്നുള്ള സമയം കൂട്ടണ്ട. 10, 12, 1, 1:20. അപ്പോൾ ടോട്ടൽ വരുന്ന സമയത്തേക്ക് നമുക്ക് ഒരു 3.5 മണിക്കൂർ കൊണ്ട് ഇതുപോലത്തെ ഒരു സ്റ്റെയർ കേസ് കംപ്ലീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിൽ ഈ പൈപ്പിൻ്റെ ഇതിൻ്റെ പ്രൈമർ നമ്മൾ ഇന്നലെ നമ്മൾ ആ സ്റ്റെയർ കേസ് അപ്പുറത്തെ സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്ത് അടിച്ചു വെച്ചാണ്. ബാക്കിയുള്ള വർക്കൊക്കെ ഇപ്പോൾ ചെയ്തതാണ്. ലാസ്റ്റിന് ഫൈനലൊരു ടച്ചിങ് മാത്രമേ ഉള്ളൂ. എല്ലാ വർക്കും കഴിഞ്ഞു. ഹാൻഡിലിന് ഇവിടെ 1-2 സ്ഥലത്ത് ഒന്ന് ടച്ച് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കോർണറൊക്കെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യാനുണ്ട്. കൂടി വന്നൊരു 15 മിനിറ്റിൻ്റെ വർക്കും കൂടി ഉണ്ട്. 3.5-4 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അല്ല, ഒരാൾ അപ്പുറത്തെ സൈഡ് നമ്മളെ മെയിൻ സ്റ്റെയർ കേസിൻ്റെ പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വർക്കേഴ്സും ഒരു തള്ളിസ്റ്റും ഞാനായ ഒരു തള്ളിസ്റ്റും ഇവിടെ ഉണ്ടായത്. അപ്പോൾ അത്രയും സമയം ആവശ്യമുള്ളൂ. ഇപ്പോൾ സംഭവം റെഡിയായി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഫില്ലിങ്, സൈഡ് ഫില്ലിങ്. വെള്ളം ഇതിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് MC-യിൽ അങ്ങനെ പുട്ടി ചെയ്തങ്ങ് ഇടുക, അങ്ങനെ ഫില്ലാക്കി കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കയറുന്ന വിധത്തിലാണ് ഹാൻഡിൽ ഇപ്പോൾ സെറ്റാക്കിയുള്ളത്. കുറച്ച് ഹൈറ്റ് കുറച്ചു. പാർട്ടിനോട് പറഞ്ഞില്ല. സംഗതി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പാർട്ടി പറയുന്നത്. ഇവിടുന്ന് ഇങ്ങനെ റൂഫിംഗ് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും. അവിടെ നിന്ന് ഒരു ഇങ്ങനെ ഒരു ഈ ഒരു ഷേപ്പിലാക്കിയിട്ടുള്ളൊരു ഡമ്മി പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു കല്ല് മാത്രം വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ റൂഫിംഗ് ഷീറ്റ് ഇടുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ആ ഒരു വീട്ടിൻ്റെ ടോട്ടൽ ലുക്കിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നോക്കുന്ന സമയത്തേക്ക് അങ്ങനെ പുറമേ നിന്ന് കാണുമെന്നുള്ളത് കൊണ്ടാണ് പാർട്ടി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇപ്പോൾ അവിടെ പോയി നോക്കി, പുറത്ത് റോഡിൻ്റെ അടുത്ത് പോയി നോക്കി, താഴെ ഈ കോർണറിൽ പോയി നോക്കി, ഈ പുറത്തുള്ള പോസ്റ്റിൻ്റെ അതിൻ്റെ മുകളിലൊക്കെ പോയി നോക്കി. അപ്പോൾ എങ്ങും ഈ ഷീറ്റും കാണാൻ സാധ്യതയില്ല, ഈ സ്റ്റെയർ കേസ് വിസിബിൾ ആവുന്നേ ഇല്ല. റൂഫിംഗ് ഷീറ്റ് വരുന്ന സമയത്തേക്ക് ചിലപ്പോൾ ആ ഒരു കോർണർ ചിലപ്പോൾ കണ്ടേക്കും, പുറമേ നിന്ന് അങ്ങ് റോഡുമെന്ന് നോക്കുന്ന സമയത്തേക്ക്. അപ്പോൾ എന്തുകൊണ്ട് ഇത് മുകളിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ പ്രാവ് വന്ന് കൂടിയിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭയങ്കര ശല്യമായിരിക്കും അതിനെക്കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇടാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഹാൻഡിൽ നമ്മൾ ആ ഒരു ലെവലിൽ ഇത് കുറച്ച് പൊക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാരണം ഇത്രയും സ്പേസ് വരുന്നതുകൊണ്ട് ഇത് ബാക്കോട്ടേക്ക് പോകുന്നതുകൊണ്ടാണ് പൊങ്ങിയിട്ട് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഷീറ്റ് ഇടുന്നതാണെങ്കിൽ ഈ ഒരു ഹൈറ്റിൽ കട്ട് ചെയ്തിട്ട് സ്ട്രൈറ്റ് ആക്കും. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു സ്ലൈഡിങ് കൊടുക്കുന്ന രീതിയിലേക്ക് സെറ്റപ്പ് ആക്കും. സ്ലൈഡിങ് തന്നെ ഇപ്പോൾ ചെയ്യാൻ പറ്റും. മുകളിൽ നിന്ന് ചെയ്യുന്നതാണെങ്കിൽ, താഴെയാണെങ്കിൽ പിന്നെ സ്ലൈഡിങ്ങിന് ഓപ്ഷൻ ഇല്ല, നമ്മളിങ്ങനെ മടക്കിയിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇറങ്ങിയിട്ട് മുകളിലോട്ടും താഴോട്ടുള്ളത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 36 സെൻറ്റിമീറ്ററാണ് കേട്ടോ റേസ് വരുന്നത്. അതുപോലെ തന്നെ 80 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത്. 20 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ട്രെഡ് വരുന്നത്. കയറുന്നതിനും ഇറങ്ങുന്നതിനും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഇതിപ്പോൾ ചെറിയൊരു വൈബ്രേഷൻ, ഷെയ്ക്ക് ഇങ്ങനെ കാണാനുണ്ടാവും. അതിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഈ ലെങ്ത്ത് വരുന്ന സമയത്തേക്ക് ഈ പൈപ്പിൻ്റെ ഒരു പ്രോബ്ലം അത്. നമുക്ക് മുക്കാൽ സ്ക്വയർ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി സ്ട്രെങ്ത് ആവും. ഇതിങ്ങനെ ഒരു ഷെയ്ക്ക് ഉണ്ടാവും കണ്ടോ. ഹാൻഡിൽ ഞാനിപ്പോൾ പിടിക്കുന്നില്ല, ഇപ്പോൾ പെയിൻ്റ് അടിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് അയച്ചു കൊടുത്തേക്ക്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോയുടെ അതിൻ്റെ പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.